ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു വെണ്ടയ്ക്ക പെപ്പർ ഫ്രൈ ഉണ്ടാക്കിയാലോ. വെണ്ടയ്ക്ക പെപ്പർ ഫ്രൈ, മെയിൻ പെപ്പറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെണ്ടയ്ക്കയുടെ ഗുണങ്ങളെല്ലാം അറിയാമല്ലോ, നല്ല ഫൈബർ ഉള്ളതാണ്, പിന്നെ കോൺസ്റ്റിപ്പേഷൻ മാറും, ഡയബറ്റിക്കാർക്ക് നല്ലതാണ്, പിന്നെ ഓൾ ഓവർ ദ ബോഡി നമ്മുടെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, എല്ലാം അങ്ങനെ ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട് നമ്മുടെ വെണ്ടയ്ക്ക. നമുക്ക് സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം. മുറ്റിയ വെണ്ടയ്ക്കൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ അത് കട്ട് ചെയ്ത് നമുക്ക് സൂപ്പാക്കി കഴിക്കാം. പിന്നെ ഞാൻ വെണ്ടയ്ക്ക പച്ചടി ഇട്ടിട്ടുണ്ട്. അപ്പം പല രീതിയിൽ നമുക്ക് വെണ്ടയ്ക്ക വെക്കാം. ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് വെണ്ടയ്ക്ക പെപ്പർ ഫ്രൈ. കുറച്ച് പച്ചമുളക്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പക്ഷേ മെയിൻ അതിനകത്ത് പെപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ഒരു 10-20 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകിയിട്ട് ഏറ്റവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു സവാള, 1-2 സവാള നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഞാൻ 1 സ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റൗണ്ടായിട്ട് ചെറുതായിട്ട് അരിയാം വെണ്ടയ്ക്ക. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിനകത്ത് കടുക് പൊട്ടിക്കുമെങ്കിൽ കടുക് പൊട്ടിക്കാം, ഓരോരുത്തർ ഓപ്ഷനാണ്. കടുക് പൊട്ടിക്കാം, 2-3 വെളുത്തുള്ളി ഇടാം, പച്ചമുളക് ചതച്ചിടാം, ഒക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഇത് നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഒരു സവാള ഞാൻ എടുത്തിട്ടുള്ളൂ, അതിൻ്റെ കൂടെ പച്ചമുളക് ഇടുകയാണ്. 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. മെയിൻ നമുക്ക് പെപ്പർ ആയതുകൊണ്ട് 2 പച്ചമുളക് ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇത് നല്ലതുപോലെ ഒന്ന് വാടിക്കഴിഞ്ഞ്, വെണ്ടയ്ക്കൊക്കെ വലിയ വേവില്ലല്ലോ, അപ്പോൾ ഉള്ളി നല്ലതുപോലെ വാടിയിട്ട് വെണ്ടയ്ക്ക് ഇടാം. വെള്ളം ഒട്ടും ചേർക്കേണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. ഉപ്പുനീരാണ് ഇവിടെ, നമുക്ക് ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ട് നമുക്ക് എന്തിടാം, വെണ്ടയ്ക്ക. ഓക്കെ, നമുക്ക് ഇപ്പം ഉള്ളി ഒരു വിധമൊക്കെ വാടി വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ മസാല, നമ്മുടെ കുരുമുളക് പൊടി, മെയിൻ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ. മുളക് പൊടി വേണമുള്ളവർക്ക് മുളക് പൊടി ഇടാം. ഞാൻ അതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. പെപ്പർ ഫ്രൈ നല്ല ടേസ്റ്റാണ് കേട്ടോ, കുരുമുളക് പെപ്പർ. അപ്പോൾ പെപ്പർ ഭയങ്കര നമ്മുടെ നല്ല ക്വാളിറ്റിയാണ് നമ്മുടെ ശരീരത്തിനും. അതെ, അപ്പോൾ ഇട്ട് നല്ലപോലെ നമ്മൾ ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മുടെ ആ പച്ചമണം എല്ലാം അങ്ങ് മാറും. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഈ വെണ്ടയ്ക്ക, നമ്മൾ ഈ വെജിറ്റബിൾ കടയിൽ നിന്ന് വെണ്ടയ്ക്ക വാങ്ങിച്ച് കഴിയുമ്പോൾ അതിനകത്ത് മുറ്റിയ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, നമ്മൾ എടുത്ത് കളയാറുണ്ട്. പക്ഷേ അത് നല്ലതുപോലെ സൂപ്പിട്ടാൽ നല്ലതാണ്, വെണ്ടയ്ക്കയുടെ സൂപ്പ്. അത് വെണ്ടയ്ക്ക അതിൻ്റെ കൂട്ടത്തിൽ ക്യാരറ്റ് അങ്ങനെ അരിഞ്ഞ് കുക്കറിലിട്ട്, അല്ലെങ്കിൽ മറ്റേ പാത്രത്തിൽ, നല്ല അടച്ച പാത്രത്തിൽ വെക്കണം. കുക്കറാണ് ഏറ്റവും നല്ലത്. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ 1 ഗ്ലാസ് വെള്ളം ആക്കണം. അങ്ങനെ വറ്റിച്ചെടുത്ത് നമുക്ക് രോഗപ്രതിരോധ ശേഷി ഭയങ്കര നല്ലതാണ്, പനിയൊക്കെ വരത്തില്ല. അങ്ങനെയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് നല്ലതുപോലെ വാടട്ടെ. അപ്പം നമ്മുടെ ഉള്ളി നല്ലപോലെ വാടിക്കഴിഞ്ഞ് ഇനി നമുക്ക് വെണ്ടയ്ക്ക ഇടാം. ഇതിനകത്ത് ഗരം മസാല വേണമെങ്കിലും ഇടാം. അങ്ങനെ പല രീതി വെണ്ടയ്ക്ക വെക്കാം കേട്ടോ. ഒരേ രീതിയിൽ എപ്പോഴും വെണ്ടയ്ക്ക വെച്ച് നമ്മൾ മടുക്കാതെ പല രീതിയിൽ വെക്കാം. ഗരം മസാല ഇടാം, മുളക് പൊടി ഇടാം. പിന്നെ ഇത് സ്റ്റൂ ഉണ്ടാക്കാൻ നല്ലതാണ്. വെണ്ടയ്ക്ക അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഉരുളക്കിഴങ്ങും സവാള ചേർത്ത് സ്റ്റൂ ഉണ്ടാക്കാം. ഞാനിവിടെ സൂപ്പ് ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ ഈ മഴക്കാലത്തൊക്കെ ഈ വെണ്ടയ്ക്ക സൂപ്പ് നല്ലതാണ്, നമുക്ക് പനിയൊന്നും വരത്തില്ല, മോളും കുടിച്ചോളും, ഇതെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് പച്ചക്കറി ഉള്ളിൽ കുഞ്ഞുങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഇതുവരെയൊക്കെയുള്ള മാർഗ്ഗങ്ങളേ ഉള്ളൂ. ഇനി നമുക്ക് ചെറിയ തീയിൽ ഒന്ന് ഇളക്കിയിട്ട് ചെറിയ തീയിൽ അടച്ചങ്ങിട്ടേക്കാം. വേറെ വെള്ളവും എണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ. നമ്മൾ വെണ്ടയ്ക്ക ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ടോണം, എന്നിട്ട് നമ്മൾ വേറെ എണ്ണ ആഡ് ചെയ്യാത്തതുകൊണ്ടേ, അപ്പോൾ ഇതിനകത്ത് ഇടയ്ക്ക് വളരെ തീ കുറച്ചിട്ടേക്കുവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി, അപ്പം വെണ്ടയ്ക്കൊക്കെ നല്ല വെന്ത് വരുന്നുണ്ട്, നല്ല മസാലയൊക്കെ പിടിച്ച്, നമ്മുടെ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റൊക്കെ ചെയ്യുന്നത്. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഒന്ന് മുരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഫൈനൽ ഘട്ടത്തിലേക്കായി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ആ ഉള്ളി നല്ലതുപോലെ ആദ്യമേ മുരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ നല്ല ടേസ്റ്റ്. വെണ്ടയ്ക്ക എല്ലാം നല്ല സൂപ്പറായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക പെപ്പർ ഫ്രൈ റെഡി ആയിരിക്കുന്നു. വളരെ ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറിന്, ചൂട് ചോറും. നമ്മളിത് കഴിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ്, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മാക്സിമം മുമ്പ് ചെയ്താൽ മതി. അപ്പോൾ ചൂടോടെ ഈ വെണ്ടയ്ക്ക ഫ്രൈ ചോറ് മാത്രം മതി കഴിക്കാൻ.
അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് വളരെയധികം ഗുണമുള്ളൊരു സാധനം. നമ്മൾ ഒറ്റ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ ഇച്ചിരി ക്ഷമ വേണമെന്നേ ഉള്ളൂ. ആദ്യം നമ്മൾ ഉള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ഈ വെണ്ടയ്ക്ക ഇട്ടാൽ മതി. പതുക്കെ പതുക്കെ ഇളക്കിക്കൊണ്ടിരുന്നാൽ സൂപ്പർ വെണ്ടയ്ക്ക പെപ്പർ ഫ്രൈ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെന്താ വേണം, സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.